ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റോസ് മീഡിയയിലേക്ക് സ്വാഗതം. ആരോഗ്യകരവും രുചികരവുമായ രീതിയിൽ വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ച് കറിയാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് കുതിർത്തിയ വറ്റൽമുളക്. ഈ മുളക് നല്ല വൃത്തിക്ക് കഴുകി 3-4 മണിക്കൂർ കുതിർത്താൻ വെച്ചതാണ്. ഇതിൻ്റെ ഞെടുപ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് അരയ്ക്കാൻ എടുക്കാം. നമുക്ക് ഈ മുളക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരുപാട് എരിവ് വേണ്ടെങ്കിൽ നമുക്ക് ഇത്ര അരച്ചിട്ടെടുക്കാം. അല്ലെങ്കിൽ എരിവൊക്കെ കൂടണമെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ഇതായിട്ട് അരച്ച് നമുക്ക് പേസ്റ്റ് പോലെ എടുക്കാം. ഒരുപാട് എരിവ് വേണ്ടെങ്കിൽ നമുക്ക് ഇത്ര അരച്ചിട്ടെടുക്കാം. നല്ല വൃത്തിക്ക് അരയണമെങ്കിൽ മുളകിൻ്റെ അരി അരച്ചിട്ടെടുക്കണം. മുളകിൻ്റെ അരി അരിയുമ്പോഴാണ് നല്ലോണം എരിവ് വരുന്നത്. ഞാനിത് നല്ല വൃത്തിക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ചട്ടിയാണിത്. ഇത് നല്ല കാസ്റ്റേഡ് ചട്ടിയാണ്. എല്ലാവിധ കറി വയ്ക്കാനും നല്ല ഉപകാരപ്രദമാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാം. എണ്ണ ചൂടായി. നമുക്ക് അരച്ച മുളക് അതിലിട്ട് ചൂടാക്കിയെടുക്കാം. നല്ല വൃത്തിക്ക് ഇളക്കി ചൂടാക്കി നമുക്ക് ഉപയോഗിക്കാം. ഇത് നല്ല വൃത്തിക്ക് ചൂടായി. ഇനി നിന്ന് നമുക്ക് തണുത്ത് കഴിയുമ്പം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. 2 ആഴ്ച വരെ നമുക്കിത് ഉപയോഗിക്കാം. ഇത് തണുത്തു. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വയ്ക്കാം. എപ്പം വേണേലും നമുക്കെടുത്തത് ഇനി ഉപയോഗിക്കാം.